നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീലുമായി സംസ്ഥാന സർക്കാർ. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതടക്കം ചോദ്യം ചെയ്താണ് അപ്പീൽ. വിവരങ്ങളുമായി ഷബ്ന ചേരുന്നുണ്ട്. ഷബ്ന, വിവരങ്ങൾ പറയാം. നടിയെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീലുമായി സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതടക്കമാണ് അപ്പീലിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നടക്കമാണ് ആവശ്യമുള്ളത്. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന ചേരുന്നുണ്ട്. ഹൈക്കോടതിയിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. വിചാരണ കോടതിയുടെ, അതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം എന്നൊരാവശ്യമാണ് കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ കേസിലെ 6 പ്രതികളെ കോടതി ശിക്ഷിച്ചിരുന്നു. അവർക്ക് നൽകിയ ശിക്ഷയിൽ കുറവുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ടു. ഈ വെറുതെ വിട്ടതിനെതിരെയുമാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ. ഏതായാലും സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുമെന്ന ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ അടക്കം അറസ്റ്റ് ചെയ്തത് എന്ന് പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചിരുന്നു. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞാണ് വിചാരണ കോടതി ദിലീപിനെ അടക്കം കുറ്റവിമുക്തരാക്കിയത്. ഈ കുറ്റവിമുക്തരാക്കിയ നടപടി നിയമവിരുദ്ധമാണ്. വിചാരണ കോടതി വേണ്ട വിധത്തിൽ തെളിവുകൾ പരിഗണിച്ചില്ല. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളെ അവഗണിച്ചാണ് കോടതി ഉത്തരവ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ അടക്കം വിഷയങ്ങൾ നിലനിൽക്കുന്നു. മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ അന്വേഷണം നടത്തുകയും എന്നാൽ ഇതുവരെയും അതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കണം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ആവശ്യം. ഏതായാലും ദിലീപിനെ അടക്കം വെറുതെ വിട്ടതിനെതിരെയാണ് ഇപ്പോൾ ഈ അപ്പീൽ നൽകിയിട്ടുള്ളത്. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീലുമായി സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുകയാണ്. ഷബ്ന, അപ്പോൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയടക്കം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ അപ്പീലിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്? ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷിച്ച പ്രതികളുണ്ട്. 6 പേരെ ശിക്ഷ വിധിച്ചിരുന്നു. ഈ 6 പേർക്ക് ശിക്ഷ വിധിച്ച ശിക്ഷ കുറവാണ്. അല്ലെങ്കിൽ പൾസർ തുനി അടക്കമുള്ള 1-ാം പ്രതി അടക്കമുള്ളവർക്ക് കുറഞ്ഞ ശിക്ഷ മാത്രമാണ് വിചാരണ കോടതി നൽകിയിട്ടുള്ളത്. ഈ വിചാരണ കോടതിയുടെ ഉത്തരവ് തെറ്റാണ്, അല്ലെങ്കിൽ അത് തിരുത്തണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് തെളിവില്ല എന്ന് കണ്ട് ദിലീപ് അടക്കമുള്ള ആളുകളെ കുറ്റവിമുക്തരാക്കിയത്. ഈ തെളിവില്ലെന്ന് കണ്ട് കുറ്റവിമുക്തരാക്കിയ നടപടി ശരിയല്ല. കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് മുന്നിൽ ഉന്നയിച്ചിരുന്നു. സാക്ഷിമൊഴികളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഹാജരാക്കിയിരുന്നു. വിചാരണ കോടതി ഇത്തരത്തിലുള്ള തെളിവുകൾ പരിഗണിക്കാതെയാണ് ഉത്തരവിട്ടത്. നേരത്തെ തന്നെ വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങൾ, പ്രോസിക്യൂഷനെതിരെയുള്ള നടപടികൾ അടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഈ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. വിശദമായ അപ്പീൽ തന്നെ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് സർക്കാർ ഇപ്പോൾ അപ്പീൽ ഹൈക്കോടതിയിൽ നൽകിയത്. ആദ്യം ഈ കേസിലെ വിധി വരുന്ന സമയത്ത് തന്നെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു ഇതിൽ കൃത്യമായ അപ്പീലുമായി മുകളിലെ കോടതികൾ, അതായത് ഹൈക്കോടതി അടക്കമുള്ള കോടതികളെ സമീപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചത്. കാരണം ഏറെ വിവാദമായൊരു സംഭവം 7 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വിചാരണ കോടതി ഈ ദിലീപ് അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കുന്നത്. അതിൽ ദിലീപിനെ കുറ്റവിമുക്തരാക്കുമ്പോൾ കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നത് യാതൊരുവിധ തെളിവുകളും ദിലീപിനെതിരെ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല. സാക്ഷിമൊഴികളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന തെളിയിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നതായിരുന്നു. പക്ഷേ സർക്കാരിന്റെ അപ്പീലിൽ പറയുന്നത് കൃത്യമായ തെളിവുകളുണ്ട്. ഈ അക്രമത്തിനിരയായ നടിയോടുള്ള വ്യക്തിവിരോധം കൊണ്ട് ഇത്തരത്തിലൊരു സംഭവം പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തിയതാണ്. ഈ ഗൂഢാലോചന നടത്തുന്നതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. നിരവധി സാക്ഷിമൊഴികളുണ്ട്. ചില സാക്ഷികൾ ഇതിൽ കൂറുമാറിയിരുന്നു. പക്ഷേ നിലവിലുള്ള സാക്ഷികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നടിയുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിന് ആ രീതിയിൽ വ്യക്തിവൈരാഗ്യം നിലനിൽക്കുന്നു എന്ന രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിരുന്നു. അതോടൊപ്പം ഈ കുറ്റകൃത്യം ചെയ്ത പൾസർ സുനി അടക്കമുള്ളവർക്ക് 20 വർഷം മാത്രം തടവ് ശിക്ഷ ലഭിക്കുകയും അവർ ഇപ്പോൾ ഈ ശിക്ഷാ ഇളവ് അല്ലെങ്കിൽ ജയിലിൽ കഴിഞ്ഞ കാലം കുറച്ച് ബാക്കി കാലം മാത്രമായിരിക്കും ഇനി ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം മാത്രം ജയിലിൽ കഴിയേണ്ട സാഹചര്യമാണ് പ്രതികൾക്ക് നിലവിലുള്ളത്. അതുകൊണ്ട് ആ ശിക്ഷ കുറഞ്ഞുപോയി എന്നും സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ദിലീപിനെയും ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് അടക്കമുള്ളവരെ വെറുതെ വിട്ടതിനെതിരെയും ഈ മറ്റ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് അതിൽ അപാകതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുമാണ് ഈ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്.